അസ്സലാമലൈക്കും. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു ഓറഞ്ച് സീബ്ര കേക്കിൻ്റെ റെസിപ്പിയാണ്. ഇപ്പോൾ ക്രിസ്മസ് ഒക്കെ ആണല്ലോ വരാൻ പോകുന്നത്. അപ്പോൾ ഒരു കേക്ക് റെസിപ്പി തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഇതും നമ്മൾ മുട്ടയൊന്നും ചേർക്കാണ്ട് ചെയ്യുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു കേക്കാണ്. അപ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും ഈ കേക്ക്. അപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കി നോക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് ഈ സീബ്ര കേക്ക് എങ്ങനെ ചെയ്യുന്നത് നോക്കാം. ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് ഞാൻ ഒരു കപ്പ് ബട്ടർ മിൽക്കാണ് ഒഴിക്കുന്നത്. ഒരു കപ്പ് പാലിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ചിട്ടൊന്ന് കേടിലാക്കിയിട്ട് എടുത്തിട്ടുള്ളതാണ്. ഇല്ലയെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ചെറുനാരങ്ങ നീര് ഒഴിച്ചിട്ടോ ഒക്കെ ചെയ്യാം കേട്ടോ നിങ്ങൾക്ക്. അപ്പം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് ഒരു 1/2 കപ്പ് ഓറഞ്ച് ജ്യൂസാണ് ചേർക്കുന്നത്. ഈ ഓറഞ്ച് ജ്യൂസ് നമ്മൾ വെള്ളമൊന്നും കൂട്ടാണ്ട് പിഴിഞ്ഞെടുത്തിട്ടുള്ള ഓറഞ്ച് ജ്യൂസ് തന്നെ ചേർക്കണം കേട്ടോ. വെള്ളം ആഡ് ചെയ്യരുത്. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത്. പൊടിക്കാത്ത പഞ്ചസാരയാണ് 1/2 കപ്പ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ പൊടിച്ച പഞ്ചസാര ആണെങ്കിലും നിങ്ങൾക്ക് ചേർക്കാം. അതൊക്കെ ഓരോരുത്തർ ഇഷ്ടം പോലെ ചെയ്യാം. അപ്പോൾ മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/4 കപ്പ് വരെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 1/4 കപ്പ് ഓയിലും കൂടെ ചേർത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ വെജിറ്റബിൾ ഓയിലാണ് ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ബട്ടർ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഒരിക്കലും വെളിച്ചെണ്ണ എടുക്കരുത് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നല്ല പോലെ തന്നെ മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കേണ്ടത് നമ്മുടെ പൊടിയാണ്. അതിനൊരു അരിപ്പ വെച്ചിട്ട് ഞാൻ 1.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. മൈദ ഓൾ പർപ്പസ് ഫ്ലോർ എടുക്കാം നിങ്ങൾക്ക്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, അതുപോലെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. ഇത് നേരത്തെ നിങ്ങൾക്ക് അരിച്ച് മാറ്റി വെക്കാം കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് കുറേശ്ശെ ഒഴിച്ചിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുത്താൽ മതി. ഇല്ലെങ്കിൽ ഇതുപോലെ അങ്ങോട്ട് ഡയറക്റ്റ് അരിച്ച് കൊടുത്താൽ മതി. അപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ചിടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ കുറേശ്ശെ ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് കട്ടയില്ലാണ്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ സൗകര്യം പോലെയൊക്കെ ചെയ്യാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് നല്ലൊരു ഓറഞ്ചിൻ്റെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ ഓറഞ്ചിൻ്റെ തൊലി ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തതും കൂടെ ചേർക്കുന്നുണ്ട്. ഓറഞ്ചിൻ്റെ തൊലി ഗ്രേറ്റ് ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, അതിൻ്റെ വെള്ളഭാഗം കുടുങ്ങരുത് കേട്ടോ. വെള്ളഭാഗം കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ നല്ല കയ്പ്പ് വരും. അപ്പോൾ ഇതാണ് ശരിക്കും നല്ലൊരു സ്മെല്ലും അതുപോലെ തന്നെ ഒരു നല്ലൊരു ടേസ്റ്റും കൊടുക്കുന്നത് കേട്ടോ. ഓറഞ്ചിൻ്റെ ജ്യൂസ് ഒഴിച്ച് വെച്ചിട്ട് നമുക്ക് അത്രയും ഒരു ടേസ്റ്റ് കിട്ടൂല. ഇതാണ് നല്ലൊരു ഫ്ലേവർ കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഓറഞ്ചിൻ്റെ തൊലി എല്ലാ ഭാഗത്തേക്കും ആകുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഒരു ബൗളിലേക്ക് ഞാനൊരു യെല്ലോ ഫുഡ് കളർ ചേർത്തിട്ടുണ്ട്. ഇതിന് പകരം നിങ്ങൾക്ക് ഓറഞ്ച് കളർ ചേർക്കാം. അപ്പോൾ ഇതിൻ്റെ കേക്ക് ബാറ്ററിൻ്റെ ഒരു പകുതി ഞാൻ ഈ ഒരു ബൗളിലേക്ക് ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഓറഞ്ച് കളറാണെങ്കിൽ കുറച്ചും കൂടെ കാണാൻ ഭംഗിയുണ്ടാവും കേട്ടോ. അപ്പോൾ കളർ ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക, നല്ല ക്വാളിറ്റിയുള്ള ബ്രാൻഡ് തന്നെ യൂസ് ചെയ്യാം. അപ്പോൾ കളർ ഇല്ലാണ്ട് നമുക്ക് സീബ്ര കേക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് കളർ ചേർക്കുന്നത്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ 2 ബാറ്ററും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഗ്രീസ് ചെയ്തിട്ടുള്ള കേക്ക് ടിന്നിലേക്ക് നമ്മുടെ ഈ ബാറ്റർ ഒഴിക്കാം. അപ്പോൾ ഞാനിവിടെ ഓയിൽ തേച്ചിട്ട് പൊടിയൊന്ന് തൂവിയെടുത്തിട്ടുള്ള തന്നെയാണ്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് 2 ബാറ്ററിനും ഒരേപോലെ തന്നെ കുറേശ്ശായിട്ട് ഓരോ ലെയറുകളായിട്ട് കോരി ഒഴിച്ചിട്ട് നമുക്കിതിനെ ഡിസൈൻ ആക്കിയിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ചോക്ലേറ്റൊക്കെ വെച്ചിട്ട് സീബ്ര കേക്ക് ഉണ്ടാക്കിയിട്ടുള്ളവർക്കൊക്കെ അറിയാൻ പറ്റും. അതേ ഒരു മെത്തേഡ് തന്നെയാണ് ഇതും. അപ്പോൾ ഈ സമയത്ത് തന്നെ ഞാൻ ഓവനൊന്ന് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 180 ഡിഗ്രിയിൽ ഒരു 10 മിനിറ്റാണ് ഞാൻ ഓവനൊന്ന് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. നമുക്കിത് ഓവനിൽ വെക്കുന്ന സമയത്ത് ഒരു 170 ഡിഗ്രിയിൽ ഒരു 30 മിനിറ്റ് 35 മിനിറ്റ് കൊടുത്താൽ മതി. അപ്പോൾ ആ ഒരു ടൈമിനായില്ല എന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റും കൂടെ ഒക്കെ എക്സ്ട്രാ കൊടുക്കുക. പല ഓവനും പല ടൈമായിരിക്കും. അപ്പോൾ ഇതൊരുപോലെ ടൂത്ത് പിക്കോ എന്തെങ്കിലും വെച്ചിട്ട് നമുക്കൊന്ന് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. ഇനി ഇത് നിങ്ങൾക്ക് സ്റ്റൗ ടോപ്പിൽ വേണമെങ്കിൽ ചെയ്തെടുക്കാം. നമ്മൾ നേരത്തെയൊക്കെ കേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നിങ്ങളൊരു കുക്കറിലോ ഒരു കടായിലൊക്കെ ഇറക്കി വെച്ചിട്ട് അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാം. അതൊക്കെ ഓരോരുത്തർ ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്കിത് ഓവനിലേക്ക് മാറ്റാം. എന്നിട്ട് ബേക്ക് ചെയ്തിട്ട് കാണിക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഓറഞ്ച് സീബ്ര കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കട്ട് ചെയ്ത് കാണിക്കാം. കേക്ക് ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാണുന്ന പോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.